ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. തോറ്റു ആസ് യൂഷ്വൽ. ആദ്യമേ വിചാരിച്ചതായിരുന്നു ക്രിസ്റ്റൽ പാലസ് എടുത്ത് പനി കിട്ടിയിട്ട് പോകും. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു വിഷമം. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളി ഒന്ന് കംപ്ലീറ്റ് 90 മിനിറ്റ്സ് ഒന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കയ്യിലിരിക്കുമായിരുന്നു. ഇവന്മാർ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. സ്ട്രൈക്കർ 100% നിർബന്ധമാണ്. ആ മതായിസ് ടെല്ലെങ്കിൽ ടെല്ല് അവനെ എന്ത് വില കൊടുത്തിട്ടെങ്കിലും നാളത്തോടു കൂടി അവനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റാവുമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളി എന്താ രസം, എന്താ ഒന്ന് അടിച്ച് ഉള്ളിലേക്ക് ഇടാനുള്ള ഒരാളില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. ഒന്ന് നമ്മുടെ മൈനയുടെ പോസ്റ്റിന് തട്ടി. മൈനയുടെ നല്ലൊരു ഷൂട്ടായിരുന്നു. 10 എത്ര ഷോട്ട് 8 to 9 ഷോട്ട്സാണ് ഫസ്റ്റ് ഹാഫിൽ വന്നത്. ബട്ട് ഒന്ന് പോലും ഓൺ ടാർഗറ്റിലില്ല. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിൽ കയറിയിട്ടില്ലെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? അതായത് പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമാണ് ഒരൊറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത്. സെക്കൻഡ് ഹാഫ് തുടക്കം ഒരു തീപ്പൊരി പോലെ വന്നിരുന്നു. ആ ഒരു ബ്രൂണോൻ്റെ ഒരു ഷോട്ടും പിന്നെ നമ്മുടെ ഉഗാർട്ടേൻ്റെ ഒരു ഷോട്ട് അടിപൊളിയായിട്ട് അവനെ പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു നമുക്കെതിരെ ഹെൻഡേഴ്സണാണ് നമുക്കെതിരെ കളിക്കുന്ന നേരം പ്രൈം ഡെഹയായിട്ട് കളിക്കുന്നു. അത് സെക്കൻഡ് ഹാഫിലാണ് അവൻ്റെ ആ 2 സേവ് വന്നത്. പക്ഷെ അവരൊരു ഗോൾ ഇട്ട് കഴിഞ്ഞോ തീരുമാനമായി. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ തോറ്റതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിച്ച നമ്മുടെ ടീമിൽ അത്യാവശ്യം നല്ല ഒരു സ്പിരിറ്റോടുകൂടി അമോറിമിൻ്റെ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കളിച്ച് വന്ന ഒരു പ്ലെയറായിരുന്നു ലിസാൻഡ്രോ മാർട്ടീനസ്. എൻ്റെ ആ ഒരു ഇഞ്ചുറി കണ്ടിട്ട് അത് മിക്കവാറും തീരുമാനമാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. സ്ട്രെച്ചറിലൊക്കെയാണ് എടുത്തുകൊണ്ട് പോയത്. കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര വിഷമമുണ്ട്. പുള്ളിക്കാരൻ നല്ല കരയുക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നല്ല വന്നൊരവസ്ഥയിലുള്ളത്. കറക്റ്റ് ടൈമിലാണ് ആ ഐദിൻ ഹെവൻ ലിച്ചേൻ്റെ ബാക്കപ്പായിട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ആ നാക്ക് വായിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ എല്ലാവരും. അപ്പോഴേക്കും ലിച്ച ഇഞ്ചുറിയായി തീരുമാനമായി പോയി. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. നല്ലൊരു കളി, അതായത് ലാസ്റ്റ് എന്താ പറയുക ഒരു 3 to 4 or 4 to 5 മാച്ചസ് തന്നെ പറയാം ലിച്ചേൻ്റെ ഡോമിനേഷൻ തന്നെയായിരുന്നു കണ്ടുവന്നത്. ബട്ട് ഇങ്ങനൊരു ഇഞ്ചുറി സംഭവിക്കുമെന്ന് വിചാരിച്ചേ ഇല്ല. അതൊരു നല്ലൊരു ഇഞ്ചുറി തന്നെയാവാനുള്ള സാധ്യത അധികം ആവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയേ ഇപ്പോൾ പറയാനുള്ളൂ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആഫ്റ്റർ ദ മാച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരികയുള്ളൂ. ബട്ട് എന്തായാലും പോകേണ്ടത് പോയി. കളി തോക്കുകയും ചെയ്തു. മറ്റേറ്റ അവനെ വല്ലാത്തൊരു കളിയായിപ്പോയി. ഡാലോനെ എന്തിനാണ് ഇനി ആ വന്നല്ലോ, ഡോർക്ക് വന്നല്ലോ, ഇനി റാഷ്ഫോർഡ് പോയ പോലെ ആ അയലത്ത് ഡാലോട്ടിനെ കാണാൻ പാടില്ല. സത്യം പറയാലോ വെറുപ്പിച്ച് കളഞ്ഞു. ഇവന് ഇങ്ങനെയൊക്കെ വെറുപ്പിക്കുന്നു മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു വല്ലാത്തൊരു കളിക്കാരൻ ഡിയേഗോ ഡാലോട്ട് എന്നും പറഞ്ഞിട്ട് അവസ്ഥ ചങ്ങായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാവുക. വൻ ശോകം. കളിച്ചിട്ട് തോക്കുക എന്നുള്ളത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറയും സെക്കൻഡ് ഹാഫിൽ ഒന്നും കളിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് മാത്രമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ആ കിട്ടിയ ചാൻസുകൾ ഒന്ന് ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2-0 അല്ലെങ്കിൽ ഒരു 1-0 ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആക്കായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി സെക്കൻഡ് ഹാഫിൽ അവന്മാർ മരിച്ച് കളിക്കുന്നു. അവന്മാർ എന്താ കളി. ക്രിസ്റ്റൽ പാലസിന് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ചെറിയ ടീമൊന്നുമല്ല, കുഞ്ഞൻ ടീമൊന്നുമല്ല. തീരുമാനമാക്കും അവരെ എടുത്തിട്ട് അലക്കിയിട്ട് പോകും. അതുപോലെ തന്നെ ചെയ്തു. അവർ ഡിഫൻസ് ആയിക്കോട്ടെ അറ്റാക്ക് ആയിക്കോട്ടെ. മറ്റേറ്റ ഇസ്മായിൽ സാറ് എസേ കൂടി വന്നപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. ആകെ മൊത്തം എല്ലാ കിളികളും പറന്നു പോയ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത്. ഭയങ്കര ഷോക്കായിപ്പോയി. ബട്ട് ആ ഫസ്റ്റത്തെ ഗോളൊക്കെ ഒനാന അവൻ്റെ മാക്സിമം ട്രൈ ചെയ്തിന്. ഒനാനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ ആ ഒരു പേസും കാര്യങ്ങളിലൊക്കെ സെക്കൻഡ് ഗോൾ വന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ഡിഫൻസിനെ ഫുള്ള് വരിഞ്ഞു കിട്ടിയ പോലെയുള്ള ഒരു റണ്ണായിരുന്നു അത്. ഓഫ് സൈഡ് ട്രാപ്പ് ഇടാൻ നോക്കിയതാണ്, പക്ഷേ അത് പറ്റിയില്ല. ഇഞ്ച് കണക്കിന് മാറിപ്പോയി. ഓൾമോസ്റ്റ് ഇന്നത്തെ കളി ഫുള്ള് പോക്കാം. ബട്ട് ആ ഫസ്റ്റത്തെ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ തോന്നി ഒരു എന്താ പറയുക അമോറിം ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ഇതിലെങ്കിലും ക്ലിക്കാവുമെന്ന്. കാരണം ഉണ്ടായ 2 സ്ട്രൈക്കർമാർ ഒന്നിനും കൊള്ളാത്തവന്മാരെ പോലത്തതാണ് ഉള്ളത്. അപ്പോൾ 2നെയും സബ്ബാക്കി 3-4-3 ഫോർമേഷനിൽ കളിച്ച് നോക്കിയതാണ്. ബട്ട്
ഫസ്റ്റ് ഒരു ക്ലിക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു അത്യാവശ്യം ഗർണാച്ചൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു. ആ സെൽഫിഷിൽ നിന്നും ഓൾമോസ്റ്റ് പാസ് കൊടുത്ത് കളിക്കാന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിനിഷ് ചെയ്ത് ബോൾ ഉള്ളിലാക്കാനുള്ള ഒരു പ്ലെയർ ഇല്ല. അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് മാത്രമേ ഉള്ളൂ. ലിച്ച പോയത് ശരിക്കും ഒരു അടിയാണ്, ശരിക്കും നല്ലൊരു തിരിച്ചടിയാണ്. കാരണം അത്രയും നമുക്കൊരു അഗ്രസീവായിട്ടുള്ള ഒരു ഡിഫൻഡർ, ഡിഫൻസിലായിക്കോട്ടെ അറ്റാക്കിലായിക്കോട്ടെ എല്ലാം ആ ബാക്ക് ത്രീയിൽ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് ലിച്ച കളിച്ച കളി നല്ല കളിയാണ്. അതായത് ലിച്ചേൻ്റെ ഗോളും നമ്മൾ കണ്ടിട്ടുണ്ട്, പാസും ആ ഒരു ലോങ് പാസുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരുന്നു. ഇനി എന്താണെന്ന് അറിയാം, ഇനി ഹെവനെ ഇറക്കുമോ ഇല്ലെങ്കിൽ ഇപ്പോൾ ലിച്ച പോയപ്പോൾ നേരെ ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിലൈറ്റ് റൈറ്റിൽ കളിക്കുക, യോറോ ലെഫ്റ്റിലേക്ക് വന്ന് കളിക്കുക. അതന്നെ ഇനി തുടരുമോ അല്ലെങ്കിൽ ഹെവന് സമയം കൊടുക്കുമോ എന്താണെന്നൊന്നും അറിയില്ല, കണ്ടു തന്നെ അറിയണം. ലിച്ച ഓൾമോസ്റ്റ് ഔട്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറയുക. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് വന്ന് പ്രീമിയർ ലീഗ് അലർജി. സത്യം പറഞ്ഞാൽ അതാണ് ഓൾഡ് ട്രാഫോർഡ് അലർജി എന്ന് പറയാം. വേറെ ആകെ മൊത്തം ശോകാവസ്ഥ. ഇനി പ്രീമിയർ ലീഗ് നോക്കണ്ട, 13ാമത്തെ അല്ലെങ്കിൽ വീണ്ടും വന്നു. കുറേ കാലമായി ആ പൊസിഷൻ മാറിപ്പോകാൻ ഒരാഗ്രഹവും ഇല്ലാത്ത പോലത്തെ അവസ്ഥയിലാണുള്ളത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത കളി നോക്കാം. അടുത്ത കളി ഇനി FA കപ്പാണ്, അതും ഓൾഡ് ട്രാഫോർഡിൽ. ഇനിയിപ്പോൾ ഓൾഡ് ട്രാഫോർഡിൽ പണ്ടൊക്കെ ഹോം മാച്ചസ് മതിയെന്നായിരുന്നു, ഇനി ഹോം മാച്ച് വേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് മാറിപ്പോണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇവന്മാർ ഹോം മാച്ചിൽ പോലും ഒരു നല്ലൊരു കളി, ഫാൻസ് അറ്റ്ലീസ്റ്റ് ഹോം മാച്ച് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായിട്ട് അവിടെ ഒരു എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ ഇവന്മാർ ഒരു മനസ്സ് ഉണ്ടാവണ്ടേ, അതില്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും കളി തോറ്റു, വിചാരിച്ചതായിരുന്നു തോൽക്കുമെന്ന്. പക്ഷേ ഒരു പ്രതീക്ഷ, ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളിയും കൂടി ഒന്ന് സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോയി. അത്രേ പറയാനുള്ളൂ ഗൈസ്. ബൈ.